ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ഏറ്റവും അധികം ശബ്ദമുയർത്തിയിരുന്നത് ഇന്ത്യ മഹാരാജ്യവും ഇന്ത്യയിലുള്ള RSS എന്ന് പറയുന്ന സംഘടനയുമാണ്. ഈ പ്രസ്ഥാനം വലിയ രീതിയിൽ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്തി ബംഗ്ലാദേശ് ഇന്ത്യയുടെ പരിധിക്ക് തയ്യാറായില്ലെങ്കിൽ ഒന്നും നോക്കണ്ട, കയറി ബംഗ്ലാദേശിലേക്ക് വലിയ രീതിയിലുള്ള സൈനിക നീക്കം നടത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ വിവേക് മിശ്രയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ വഴിക്ക് വരികയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അമേരിക്ക പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശിലെ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾക്ക് ഞങ്ങളല്ല ഉത്തരവാദികൾ, അതിന്റെ ഏക ഉത്തരവാദി ബംഗ്ലാദേശ് മാത്രമായിരിക്കുമെന്ന് അമേരിക്കയെ മുന്നിൽ കണ്ട് നിഗളിച്ച ബംഗ്ലാദേശിന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് എത്തിയപ്പോൾ, വിക്രം മിശ്ര എത്തിയപ്പോൾ 88 ന്യൂനപക്ഷ പീഡനങ്ങൾ അവിടെ നടന്നു എന്ന് ബംഗ്ലാദേശ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതൊന്നും തന്നെ മതത്തിന്റെ പേരിലല്ലായിരുന്നു എന്ന് പറഞ്ഞ ബംഗ്ലാദേശിന്റെ അടുത്ത് നിന്നും ഇപ്പോഴിതാ അവിശ്വസനീയമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അതായത് ന്യൂനപക്ഷ പീഡനങ്ങൾക്ക് മേൽ ബംഗ്ലാദേശ് അറസ്റ്റ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സുനഗഞ്ച് ജില്ലയിലെ ദോറ ബസാർ പ്രദേശത്ത് ഹിന്ദു സമൂഹത്തിന്റെ വീടുകളും കടകളും ലോക്നാഥ് ക്ഷേത്രവും ഈ മാസം ആദ്യം നശിപ്പിച്ച കേസിൽ 4 പേരെ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക അടക്കം കൈയൊഴിഞ്ഞ ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്രം ബംഗ്ലാദേശിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയേണ്ടതായി വരും. എന്തായാലും ഈ മാസം ആദ്യം ക്ഷേത്രം നശിപ്പിച്ച കേസിൽ 4 പേരെ ബംഗ്ലാദേശിലെ നിയമനിർമ്മാണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഡിസംബർ 3-ാം തീയതി സുനഗഞ്ച് ജില്ലയിലെ നിവാസിയായിട്ടുള്ള ആകാശ് ദാസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് വളരെ വലിയ രീതിയിൽ അവിടെയുള്ള മതമൗലികവാദികൾ ഏറ്റെടുക്കുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. ശേഷം ആകാശ് ദാസ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ കുടുംബത്തെയും അവിടെയുള്ള മതമൗലികവാദികൾ വേട്ടയാടാൻ വരുന്നു. ഇതേ തുടർന്ന് അവിടെയുള്ള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ശേഷം അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷനും ആക്രമിക്കാൻ വരുന്ന മതമൗലികവാദികളുടെ കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. പോലീസ് അവരെ ഭയന്ന് ഇയാളെ മറ്റ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ സമയത്ത് കാണാനായി സാധിക്കുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനായി പോലീസിന് ആ സമയത്ത് സാധിച്ചില്ല. അതിനിടയിലാണ് അവിടെയുള്ള ലോക്നാഥ് ക്ഷേത്രവും ഹിന്ദു വീടുകളും മറ്റും ആക്രമിക്കപ്പെടുന്നത്. സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 150 മുതൽ 170 വരെ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബംഗ്ലാദേശ് അങ്ങനെയാണ് പറയുന്നത്. ഇതിൽ 4 പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ന്യൂനപക്ഷ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട ബംഗ്ലാദേശിലുള്ള അറസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, സംഭവിക്കാത്തൊരു കാര്യമാണ് എന്നൊക്കെ ബംഗ്ലാദേശ് വിചാരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് RSSും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ എത്രയും വേഗം ബംഗ്ലാദേശിലേക്ക് നീക്കം നടത്തണം എന്ന്. ഇപ്പോഴിത് ആ സംഭവത്തിൽ അലീം ഹുസൈൻ 19 വയസ്സുള്ള, സുൽത്താൻ അഹമ്മദ് രാജു 20 വയസ്സ്, ഇമ്രാൻ ഹുസൈൻ, ഷാജഹാൻ ഹുസൈൻ 20 വയസ്സും 31 വയസ്സും ഉള്ളവരെ ഇപ്പോൾ ബംഗ്ലാദേശ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ആ ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ നടത്തുകയാണ്. എന്തായാലും അമേരിക്ക ബംഗ്ലാദേശിനെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ജനുവരി 20-ാം തീയതി ട്രംപും അധികാരത്തിലേറുകയാണ്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മഹാമേരു, മറുഭാഗത്ത് യൂനസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ വലിയൊരു വിരോധി വരുന്നു. വേറൊരു ഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഇസ്രായേൽ. ഈ 3 പേർക്കിടയിലും ബംഗ്ലാദേശിന് നിക്കക്കള്ളിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഈ കേസ് എടുത്തത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.